ഇന്നത്തെ കച്ചവടം ഉഷാരായി. ഇതാണോ ഡോക്ടർ? ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആർക്കും ഒരു രോഗവുമില്ലേ? കൊള്ളാമല്ലോ. ആരോ വരുന്നുണ്ട്. ഇരിക്കാം. മോളിയാൻറ്റി, രാവിലെ എങ്ങോട്ടാ? മനസ്സിലായി. ഫ്രീ എന്ന ഓഫർ എന്ന് കേൾക്കുമ്പോ അബ്ബാസിയക്കാർ എന്ത് വിഷമാണല്ലോ ഓടിക്കോളും. ഒന്ന് പോണ ഒരു നല്ല കുഞ്ഞു വന്നേക്കും. വരണം. ഇരിക്കും. എന്താ പേര്? മോള്. എന്താ പ്രശ്നം? അത് ഡോക്ടർ, എത്ര ശ്രമിച്ചാലും സമയത്ത് സഭയോഗത്തിൽ എത്താൻ പറ്റില്ല. കാരണം എന്താണ്? അത് ഡോക്ടർ, ഒന്നാമത്തെ പ്രശ്നം ഒരുങ്ങാൻ നേരത്തിൽ ഏത് ഡ്രസ് ഇടാൻ കൺഫ്യൂഷനാണ്. അങ്ങനെ തിരിഞ്ഞിട്ടെല്ലാം കഴിയുമ്പോ കുറെ സമയം തീരും. പിന്നെ ഇറങ്ങാൻ നേരത്തായിരിക്കും നമ്മുടെ ആ സീരിയലില്ല ഡോക്ടറെ, ആ ചന്ദ്രമല, അത് എന്താണ് വേണ്ടി നോക്കാൻ വേണ്ടി ഇറങ്ങും. എല്ലാം പക്ഷെ സസ്പെൻസിൽ നിർത്തണം കൊണ്ട് അത് എന്താണ് അവന് വേണ്ടി ടെൻഷനായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴായിരിക്കും പ്രേരം പകുതി തീരും. പിന്നെ പ്രസംഗത്തായിരിക്കും പാസ്റ്ററിന്റെ ഒരു പാച്ചിലും. എല്ലാവർക്കും ഡ്യൂട്ടിക്ക് സ്കൂളിൽ സമയത്ത് എത്താൻ പറ്റും, പ്രേരം മാത്രം എത്താൻ പറ്റില്ല. അത് എന്നെ കുത്തി പോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അത് മോളെയും ചെയ്യും. ആന്റിയുടെ ഈ രോഗം ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നതാണ്. ഈ ലോകവും അതിന്റെ മോഹവും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, ദൈവത്തിന്റെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിത്യതയ്ക്കായി ഓടുവാൻ വാഞ്ചിക്കുക. ഒരു കാര്യം ചെയ്യും, മോളിയന്റെ ഒരു ടി വി ഇല്ലേ, അതിന്റെ കേബിൾ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്തുകളാ. എന്താ? അത് മാത്രം പറഞ്ഞാൽ കേൾക്കത്തില്ല. മോളെ എന്തി, ആന്റിയുടെ ടിവിയുടെ കേബിൾ കണക്ഷൻ കട്ട് ചെയ്ത് സീരിയൽ കാണുന്ന സമയത്ത് വചനം വായിക്കുകയും പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം ശരിയാകും. സമയത്തിന് സഭായോഗത്തിന് പോകാനും പറ്റും. അപ്പോൾ മോളെ ഇതുപോലെയൊക്കെ ചെയ്യുക. ഓക്കെ? മോളിയാൻറ്റി, പോയത്ര ഉഷാറ് കാണുന്നില്ലല്ലോ. എടാ ജിമ്മിച്ച, നിനക്ക് വേണ്ട സ്ഥലം തന്നെയാണ്. അവറാച്ചയോ, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്ന് പോടാ മോനെ, നിനക്കൊന്നും പണിയില്ലടാ. ആ, ഇത് തന്നെ ഒരു വലിയ പണിയല്ലേ. വരണം. ഇരിക്കും. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്താ പേര്? ഡോക്ടർ, എന്റെ പേര് അവറാജ്. ഡോക്ടർ, എനിക്ക് പ്രേയറിന്റെ ഇടയ്ക്ക് ഭയങ്കര ഉറക്കമാണ്. കൂടുതലും പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കുമാണ്. ഇതൊരു രോഗമാണോ ഡോക്ടർ? യെസ് അവറാച്ച, ഇതൊരു വലിയ രോഗം തന്നെയാണ്. ചികിത്സിച്ചില്ലേ നിങ്ങളുടെ അടുത്തുള്ളവർക്കും കൂടെ ഇരിക്കുന്നവർക്കും കൂടെ ഈ രോഗം പകരും. അവറാച്ച, ആദ്യം നമ്മൾ സ്ഥലകാല ബോധമുള്ളവരായിരിക്കണം. ദൈവസന്നിധിയില ഇരിക്കുന്നേ എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ദൈവസന്നിധിയിൽ നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ വേണം ഇരിക്കാൻ. അവറാച്ച, ഒരു കാര്യം ചെയ്യും, അവറാച്ചൻ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഒരിക്കൽ ആമേൻ എന്ന് പറയുകയും വചന ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഒരിക്കൽ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറയുക. അപ്പോൾ അവറാച്ചനും അടുത്തിരിക്കുന്ന ചാക്കോച്ചനും ഈ രോഗം പകരത്തില്ല. നിങ്ങളെക്കാളും ബുദ്ധിമുട്ട് അവിടെ പ്രസംഗിക്കുന്ന പാസ്റ്ററിനായിരിക്കും. വചന ശുശ്രൂഷയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇപ്പോൾ കസേരമായി താഴെ വീഴുന്നു പേടിച്ച ആ പാസ്റ്റർ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുക. ഓക്കെ? താങ്ക് യു ഡോക്ടർ. എടാ ജിമ്മിച്ച, നിനക്ക് പറ്റിയ സ്ഥലം അതാണ്. നീ ഇപ്പൊ ഒന്ന് നോക്കടാ. ഒന്ന് പോടാ. നേരെ നോക്കി നടക്ക. സത്യം പറഞ്ഞ വീണുള്ള ഷേപ്പും കൂടെ കളയല്ല. ഒന്ന് പോടാ. വരണം. ഇരിക്കും. എന്താ പേര്? ഡോക്ടർ, എനിക്കറിയാച്ച. എന്താ പ്രശ്നം? നിങ്ങളായപ്പോ മൊബൈലിൽ പോക്കറ്റ് വെച്ചിട്ട് സംസാരിക്കും. ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. സംസാരിക്കും സഹോദരൻ. ഡോക്ടറെ, ഈ മൊബൈൽ തന്നെയാ പ്രശ്നം. ഈ പ്രേയറിന് വന്ന ഈ മൊബൈൽ മാറ്റി വെക്കാൻ പറ്റത്തില്ല. ബൈബിളും പാട്ടല്ലേ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഈ പ്രേയർ വരുമ്പോ ഈ പാസ്റ്റർ റെഫറൻസ് പറയും. അപ്പോഴായിരിക്കും നമ്മുടെ മറിയുടെ വാട്സപ്പ് മെസ്സേജ് വരുന്നത്. അതെന്താന്ന് നോക്കാം, വാട്സപ്പ് നോക്കും.
അതെന്താന്ന് നോക്കാം, ഫേസ്ബുക്ക് നോക്കും. അപ്പോഴായിരിക്കും ഇപ്പൊ സമയം പോകും, വാക്കി അടിക്കില്ല, പ്രയർ ചെയ്യും. കറിയാച്ച പുറപ്പാട് 3:5 ഇങ്ങനെ പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാക്കിയാൽ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കുക. ഞാൻ ചെരുപ്പോട്ട് നോക്കണം. ചെരുപ്പ് ലൗകികതയാണ് സൂചിപ്പിക്കുന്നത്. അവർ കറിയാച്ചൻ ഇന്ന് മുതൽ മൊബൈലിന് പകരം ബൈബിളുമായി ചർച്ചിൽ പോകുക. മൊബൈൽ ഓഫ് ഓർ സൈലന്റിൽ വെക്കുക. അതുമല്ലെങ്കിൽ മൊബൈൽ ഒന്നും ചർച്ചിൽ കൊണ്ടുപോകാതിരിക്കുക. ഇന്നത്തെ ഈ ന്യൂ ടെക്നോളജി മൂലം ഭൂരിഭാഗം ജനങ്ങളും ഗുണത്തേക്കാൾ ദോഷകരമായ കാര്യമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ നമ്മൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കുക. ഇതിനൊക്കെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഓക്കെ ഓക്കെ ഡോക്ടർ, താങ്ക് യു. എടാ ജിമ്മിച്ച, ഷാർജാശേക്ക് ഉണ്ടോടാ? ഇവന്മാർക്കൊക്കെ എന്തോ ചായക്കടലല്ലേ ഷാർജ ഷേഖല്ല, സൗദി ഷേഖ തരാൻ പോകുന്നത്. അപ്പനും മോനെ പ്രശ്നമാണല്ലോ. ജിമ്മി ചേട്ടാ, ഇന്റർജയുണ്ട്. വരണം ഇരിക്കും. ഡോക്ടറെ, ഇതെന്റെ മകൻ ടിന്റുമോൻ. ഇവന് മെമ്മറി വേർഡ്സ് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നില്ല. സ്കൂളിൽ ഞാൻ ഫസ്റ്റാ. അപ്പുറത്തെ മാർക്കിട്ടുണ്ട് ഇവന്. പക്ഷെ മെമ്മറി വേർഡ്സ് പ്രശ്നം. ഇത് കുഞ്ഞുങ്ങളുടെ കുഴപ്പമല്ല, മാതാപിതാക്കളുടെ കുഴപ്പമാണ്. സ്കൂളിലെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും എക്സ്ട്രാ ട്യൂഷൻ പഠിക്കുകയും ചെയ്യും. പക്ഷെ വചനം വായിപ്പിക്കുവാനോ പ്രാർത്ഥിപ്പിക്കാനോ പഠിപ്പിക്കുവാനോ ഒന്നും സമയമില്ല. സദൃശവാക്യം 21:6 ഇങ്ങനെ പറയുന്നു, ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് വിട്ടുമാറുകയില്ല. അതിനാൽ നമ്മൾ പേരൻസ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഓക്കെ ഓക്കെ ഡോക്ടർ. ജിമ്മി ചേട്ടാ, ബൈ ബൈ. സമയം കഴിഞ്ഞു, ഇനി പോകാം. ഒരു ചായ. എന്താ കുറെ നേരമേ ഞാൻ താങ്കളെ ശ്രദ്ധിക്കുന്നല്ലോ. എന്താ പേര്? ജിമ്മിച്ചൻ. ജിമ്മിച്ച. ഇങ്ങനെ വഴിയെ പോകുന്നവരൊക്കെ കളിയാക്കി നടക്കുന്ന അത്ര നല്ല സ്വഭാവമല്ല. സദൃശവാക്യം 21:23 ഇങ്ങനെ പറയുന്നു, വായി നാം സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. സ്വന്തം കണ്ണിൽ കോരിയിരിക്കും, മറ്റുള്ളവരുടെ കണ്ണിൽ കരട് നീക്കാൻ ശ്രമിക്കരുത്. അയൽ ശോധനയ്ക്ക് പകരം സ്വയം ശോധന ചെയ്ത് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുക. ഓക്കെ ഓക്കെ, അപ്പോ ഈ സ്വഭാവം മാറ്റണമല്ലേ? പാപത്തിൽ ജീവിക്കുന്നവരെ പാപത്തിൽ